പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ദേശീയ ജനറൽ ബോഡി യോഗത്തിന് കണ്ണൂരിൽ തുടക്കമായി. ചടങ്ങിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 700ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. രാവിലെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. പ്രൗഢഗംഭീരമായാണ് പൂർവ്വ സൈനിക് സേവാ പരിഷത്തിന്റെ 25ാമത് വാർഷിക ജനറൽ ബോഡി യോഗം കണ്ണൂരിൽ ആരംഭിച്ചത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ സഹസമ്പർക്ക പ്രമുഖ് പ്രദീപ് ജോഷി നിലവിളക്ക് കൊളുത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. ഉദ്ഘാടന സഭയിൽ ദേശീയ പ്രസിഡന്റ് ലഫ്റ്റനന്റ് ജനറൽ VK ചതുർവേദി അധ്യക്ഷത വഹിച്ചു. RSS ഉത്തര കേരള പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബാലറാം, ബ്രിഗേഡിയർ DS ത്രിപാഠി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ സംഘടനയുടെ ഭാവി പരിപാടികളും ചർച്ചയായി. അതായത് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് എന്ന് പറയുന്ന പൂർവ്വ സൈനികരുടെ സംഘടന കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അംഗീകാരം ലഭിച്ച വളരെ ചുരുക്കം ചില സംഘടനകളിൽ ഒന്നാണ്. എല്ലാ വർഷവും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നടന്നത് റായ്പൂരിലായിരുന്നു, അതിനു മുമ്പേ ലഖനൌവിലായിരുന്നു. ഈ തവണ ആദ്യമായിട്ട് നമ്മളെ കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. വിശാലമായ സമ്മേളനമാണ്. നമ്മൾ ഇവിടെ ഏകദേശം 275ഓളം പ്രതിനിധികൾ നമ്മുടെ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസ് നോക്കി എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. കാരണം അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ കൂടെ തന്നെയുള്ള ഒരു സംഘടനയാണ് സൈന്യ മാതൃശക്തി. നമ്മുടെ മാതൃവിഭാഗമാണ്. അതിന്റെ സമ്മേളനമാണ് നടക്കുന്നത്. 29, 30, 1-ാം തീയതിയാണ് നടക്കുന്നത്. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ നാഷണൽ പ്രസിഡന്റാണ്, ലഫ്റ്റനന്റ് ജനറൽ ചതുർവേദി സാറാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് വരേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞു. ഇന്നത്തെ പരിപാടി 3 സെഷനായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ സെഷൻ നമ്മൾ ദീപപ്രോജ്വലനം, നമ്മൾ പിന്നിൽ കാണുന്ന ഈ അമർ ജവാൻ ജ്യോതിയിലെ ദീപപ്രചരണം. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർവ്വ സൈനികരുടെ അവരുടെ കുടുംബത്തിന്റെയും ക്ഷേമങ്ങൾ, അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ECHSന്റെ പ്രശ്നങ്ങൾ, CSDയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുക. മാത്രമല്ല ഈ പറഞ്ഞ സംഘടനയൊക്കെ തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന ആളുകൾ, ഡയറക്ടർ ജനറൽസ് ഒക്കെ തന്നെ നമ്മളെ സെഷനിൽ വരുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അതിനെ അഡ്രസ് ചെയ്യും. പിന്നെ നേഷൻ ഫസ്റ്റ്, അതായത് രാഷ്ട്രം പ്രഥമം എന്നുള്ളതാണ് നമ്മളെ ഇത്. നമ്മൾ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോരാടുന്ന ഒരു സംഘടനയല്ല, മറിച്ച് ഭാരതത്തിന്റെ സുരക്ഷ പൂർവ്വ സൈനികരായ നമ്മുടെ കൈകളിൽ കൂടിയാണ് എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടി, അതാണ് നമ്മുടെ ഒരു സാമാജികമായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ ഈ സമ്മേളനത്തോട് കണക്കാക്കുന്നത്. മാത്രവുമല്ല അടുത്ത വർഷം സംഘത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പൂർവ്വ സൈനികർ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ചകൾ ഈ സമ്മേളനത്തിൽ നടക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം നാളെ അവസാനിക്കും. ജനം, കണ്ണൂർ.